തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4 ദിവസം പിന്നിട്ടിട്ടും അന്തിമ പോളിംഗ് ശതമാനമായില്ല. സർവീസ് വോട്ടുകൾ ഒഴികെ 79.63% പോളിംഗ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക്. അന്തിമ കണക്ക് പ്രസിദ്ധീകരിക്കുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടില്ല എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ ഇന്ന് വിശദീകരിച്ചത്. പോളിംഗ് ശതമാനം പരസ്യപ്പെടുത്തണമെന്ന ആവശ്യം രാഷ്ട്രീയ പാർട്ടികൾ ശക്തമാക്കിയതിന് പിന്നാലെയാണ് നടപടി. പോളിംഗ് കഴിഞ്ഞ് 4ാം ദിനത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സംസ്ഥാനത്തെ പോളിംഗ് ശതമാനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പുറത്തുവിട്ടത്. എന്നാൽ കണക്ക് പ്രസിദ്ധീകരിക്കുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടില്ല എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ വ്യക്തമാക്കിയത്. ടൈം അനുസരിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിലെ ഒരു ഡിലേ ഇല്ല എന്നുള്ളതാണ് ഞാൻ വീണ്ടും ആവർത്തിച്ചിട്ട് പറയുന്നത്. പോസ്റ്റൽ ബാലറ്റുകളുടെ വലിയ പരാതി ഉയർന്നെങ്കിലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അത് തള്ളി. പരാതിയുള്ളവർക്ക് നിയമപരമായി മുന്നോട്ട് പോകാമെന്നായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ മറുപടി. എല്ലാ എലിജിബിൾ വോട്ടേഴ്സിന് വോട്ടിങ്ങിന്റെ അവസരം ഉണ്ടായിട്ടുണ്ട്, അവർ വോട്ട് ചെയ്തിട്ടുമുണ്ട്. ബൈ ചാൻസ് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അത് ലീഗലായിട്ടുള്ള ഒരു കാര്യത്തിന് അവർ പോകണം എന്നുള്ളതാണ് ഉള്ളത്. അതാണ് റൂൾസ്. അത്രേ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പോളിംഗ് ശതമാനം പരസ്യപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്ത് നൽകി. നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് വിവരങ്ങൾ പുറത്തുവിടണമെന്നും തിരഞ്ഞെടുപ്പ് നടപടികൾ സുതാര്യമാക്കണമെന്നുമാണ് ആവശ്യം. വോട്ടെടുപ്പ് ദിനം ജോലി ചെയ്ത 1,00,000-ഓളം പേർക്ക് വോട്ടവകാശം നിഷേധിച്ചുവെന്ന് MP ജയരാജൻ കുറ്റപ്പെടുത്തി. 1,00,000-ഓളം ആളുകൾക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയക്ക് ഇലക്ഷൻ കമ്മീഷൻ പ്രത്യേകമായി നിയോഗിച്ചവർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. വോട്ടെണ്ണൽ കഴിഞ്ഞ് 2 ദിവസത്തിനു ശേഷം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇൻഡെക്സ് കാർഡിലൂടെ മാത്രമേ അന്തിമ കണക്ക് പുറത്തുവരൂവെന്നാണ് നിലവിലെ വിശദീകരണം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.